ആ മീഡിയേഷനിൽ ഞാൻ പറഞ്ഞു ടീച്ചറുടെ പ്രശ്നം എന്താ. അപ്പോൾ ടീച്ചർ പറഞ്ഞു വേറെ ഒന്നുമില്ല, ഇതൊന്ന് പത്രക്കാരോട് പറയണം. ഞാൻ പറഞ്ഞു ടീച്ചറുടെ ഈ വിഷമവും പ്രയാസവും ടീച്ചർ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, അല്ലാതെ കേസുമില്ല, കേസ് നടത്തിയിട്ടുമില്ല, ഇതുവരെ ആ കേസിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ആരംഭിച്ചിട്ടില്ല. ശ്രീമതി ടീച്ചർ മരിച്ചാലും ആ കേസ് തീരില്ല, കാരണം സുപ്രീം കോടതി വരെ ഞാൻ പോവും. അപ്പം എൻ്റെ തീരുമാനം കേരളത്തിന് മാതൃക ഉണ്ടായിക്കോട്ടെ എന്ന എൻ്റെ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു കാരണവശാലും വീഴാൻ പാടില്ല എന്ന എൻ്റെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞു, ഈ വരിയും കൂടെ പറഞ്ഞു. പി ടി തോമസ് പറഞ്ഞതാണ്, ടീച്ചർക്കുണ്ടായ മനോവിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. മാപ്പും ഖേദവും രണ്ടാണ്. ടീച്ചറുടെ വിഷമത്തിലാണ് ഞാൻ ഖേദം രേഖപ്പെടുത്തിയത്. അതിന് നിർഭാഗ്യവശാൽ ഇന്നലെ മുതൽ ഇടതുപക്ഷത്തിൻ്റെ ഹാൻഡിലുകൾ ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എനിക്കതിനകത്തൊരു വിരോധവുമില്ല. കാരണം നല്ലത് ഈ കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിന് ചിന്തിക്കാൻ കഴിയില്ല. വാസ്തവത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും അവരുടെ ഹാൻഡിലുകളും എന്നെ പ്രകീർത്തിക്കുകയാണ് വേണ്ടത്. കാരണം ഈ രീതിയിൽ ഒരു സമീപനം അന്തസ്സോടുകൂടി എടുത്ത എന്നെ പ്രകീർത്തിക്കുന്നതിന് പകരം എന്നെ എതിർക്കാനും എന്നെ മോശമാക്കാനും ശ്രമം നടത്തി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് ഫേസ്ബുക്കിലിട്ടു. മാത്രമല്ല ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. കോടതിയിൽ ഇങ്ങനെ ഒരു കേസേ ഇല്ല.